ഹലോ സുഹൃത്തുക്കളെ, അപ്പോൾ ഞാൻ കുറച്ച് നാൾ മുമ്പ് നമ്മുടെ ചാനലിലൊരു പോസ്റ്റ് ഇട്ടിരുന്നു. നമ്മുടെ ഡെയിലി വീഡിയോ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട്. സമയം എന്തെന്ന് വെച്ചാൽ ആ ടൈം നമുക്ക് തുടങ്ങാൻ പറ്റിയില്ല. കാരണം എൻ്റെ വൈഫൈയുടെ മോഡം കുറച്ച് നാളത്തേക്ക് പണി മുടക്കിപ്പോയി കേട്ടോ. അതുകൊണ്ടാണ് വീഡിയോസ് ഇടായിരുന്നത്. ഇപ്പോൾ എല്ലാം ഓക്കെ ആയി, സെറ്റായി. അപ്പോൾ ഇന്ന് മുതൽ പഴയതുപോലെ വീഡിയോ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് വീട്ടിലുണ്ട് കേട്ടോ. ഇന്ന് വർക്കിന് പോയില്ല, ഇന്ന് വീട്ടിലുണ്ട്. വേറൊരു ആവശ്യമായിട്ട് വീട്ടിൽ നിന്നാണ്, പക്ഷേ ആ ആവശ്യം നടന്നില്ല. അപ്പോൾ ഇന്ന് വീട്ടിലുള്ള ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഏറ്റെടുത്തിരിക്കുകയാണ്. തുലതാ ഇവിടെ നമ്മുടെ രുദ്രേനെയും കൊണ്ട് എന്താണ് ഇവിടെ വെള്ളത്തിനടുത്ത്. വേറൊരു കാര്യം പറയാൻ മറന്നു കേട്ടോ. ഇതായതേണ്ട, നമ്മുടെ നല്ല മഴയൊക്കെ ലഭിച്ച് ഇപ്പോൾ തോട്ടിലൊക്കെ നല്ല വെള്ളമായിട്ടോ. ഇവിടെ ക്ലീൻ ചെയ്താലേ ഇവിടെ ഇറങ്ങാൻ പറ്റും. മൊത്തം തുളിയായിട്ട് കിടക്കുന്നു. കണ്ട ഈ സാധനം വളർന്നിട്ട് ഇതിൻ്റെ ഇടയിൽ മുഴുവൻ അത് വളർന്ന് കിടക്കുന്നതുകൊണ്ട് ഇവിടെ വേസ്റ്റ് വന്ന് തങ്ങുവാണ് കേട്ടോ. അതൊക്കെ ഒന്ന് സമയം കിട്ടുവാണെങ്കിൽ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. എന്താണ് പരിപാടി? എന്താണ് പരിപാടി? എന്താണ് അമ്മയും മോളും? പറ. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ചെറിയിലൊക്കെ എന്തിനാണ് ഇരിക്കുന്നത്? പറേ. ഓ, ഇതെന്താണ്? കഞ്ഞി. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം അടുത്തത്? ഞാൻ വീട്ടിലുണ്ട്. എന്ത് ചെയ്യണം? ജോലികളെല്ലാം ചെയ്യണം. ഇന്ന് സുലയ്ക്ക് റെസ്റ്റാണ് കേട്ടോ. ഇന്ന് ഞാനാണിന്ന് ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നത് കേട്ടോ. ഇന്നത്തെ വീഡിയോ അതൊക്കെയാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ എവിടെ നിന്ന് തുടങ്ങാം? നമുക്ക് പാത്രത്തിൽ നിന്ന് തന്നെ തുടങ്ങാം അല്ലേ? അപ്പോൾ സുഹൃത്തുക്കളെ, എനിക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പാത്രങ്ങളൊക്കെ പോയി ക്ലീൻ ചെയ്യട്ടെ. അതിന് മുമ്പായി 2 ബക്കറ്റ് വെള്ളം കൂടെ കൊണ്ടുപോയിട്ട് പണ്ട് പൈപ്പ് ലൈൻ ഉണ്ടായിരുന്നു. ഇപ്പം നമുക്ക് പൈപ്പ് ലൈൻ എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ മോട്ടറും പൈപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് നമ്മൾ ഇവിടെ നിന്ന് പോവേണ്ട ഒരു അവസ്ഥ വന്നു. ആ സമയത്ത് നമ്മൾ പൈപ്പ് ലൈനും എല്ലാം കട്ട് ചെയ്തു, മോട്ടറൊക്കെ അടിച്ചു പോയത്. ആ വെള്ളം കിണറ്റിലൊക്കെ നല്ല രീതിക്ക് വെള്ളം കയറി കേട്ടോ. നല്ല വെള്ളമായി. നമുക്ക് ഫസ്റ്റ് ഉറ മുതൽ വെള്ളമായി. ഇത് നമ്മൾ വെച്ച് വാർത്തതാണ്. അതിന് താഴോട്ടുള്ള ഉറ ഫുള്ള് വെള്ളമായി. ഇതുവരെയൊക്കെ വെള്ളം കയറും. അപ്പോൾ ഇനിയിപ്പം നല്ല വെള്ളം ഇനി വരും. നല്ല മഴയാവുന്ന സമയത്ത് ഇനി ഈ കര കവിഞ്ഞ് വെള്ളം പോകും. നമ്മൾ പണ്ട് ഈ വീട് ചെറിയ വീടായിരുന്ന സമയത്ത് 2 തട്ടായിട്ട് കിടന്ന സ്ഥലമാണ്. 2 തട്ടായിട്ടായിരുന്നു ഈ വീട് വെക്കുന്നതിന് മുമ്പ്. 2 തട്ടായിട്ടായിരുന്നു. ഈ സ്ഥലം കണ്ട, ഈ സ്ഥലം തട്ടായിരുന്നു. 2 തട്ടായിട്ട്. കണ്ട ഇവിടെ കല്ലുകൊണ്ടിട്ടായിരുന്നുണ്ട. ഈ തോടിൻ്റെ സൈഡ് കെട്ടുന്നുണ്ട് കേട്ടോ. സൈഡ് കെട്ടുന്നതിന് പഞ്ചായത്ത് അളന്നിട്ടിരിക്കുകയാണ് ഈ കല്ല്. അപ്പോൾ ഈ കെട്ടിങ്ങനെ വരും. അപ്പോൾ ഞാൻ ഈ നിൽക്കുന്ന സ്ഥലമൊക്കെ തട്ടായിരുന്നു. അപ്പം നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങി ഈ തോട്ടിൽ ഇറങ്ങി കുളിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ വലിയ വീട് വെച്ച സമയത്ത് ഇവിടെ നമ്മൾ മണ്ണിട്ട് പൊക്കുവാണ് ചെയ്തത്. അപ്പോൾ ഇതാണ്ട് പഴയ കല്ലൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ പോയിട്ട് ആ പണി നോക്കട്ടെ. പിന്നെ കുറേ തുണികൾ കഴുകാണ്ട് എല്ലാം സെറ്റാക്കണം. ഇപ്പോഴും വരാൻ തീരുമോ? ഇതെന്തൊരു മൂക്കിൽ കൂടെയൊക്കെ ഇപ്പോൾ കൊടുക്കുന്നത്? ഞാൻ പോയി കഴുകി വയ്ക്കാമെങ്കിൽ സെറ്റാക്കാം. നീ ഫുള്ള് റെസ്റ്റ് എടുത്തു. ഓക്കെ സുഹൃത്തുക്കളെ, അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. അതൊക്കെ കാണിച്ചു തരാം. സംഭവം ഇതൊന്നും നമുക്ക് എന്താണ് ഏത് പിന്നെ ഇതൊന്നും നമുക്ക് പുത്തിരിയല്ലേ നമ്മളതൊക്കെ എന്താണ്. ഓക്കെ, കുറച്ച് പാത്രമേ ഉള്ളൂ കേട്ടോ. ഇതിപ്പോൾ ഞാൻ ക്ലീൻ ചെയ്ത് ഇവിടെയുള്ള വേസ്റ്റ് വെള്ളം കൊണ്ട് കളഞ്ഞു. ഇപ്പോൾ കുറച്ച് വെള്ളം കൊണ്ട് വെച്ചിട്ടുണ്ട്. ബാക്കി സാധനങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കി ഇവിടെ എല്ലാം ഫുള്ള് ക്ലീൻ ചെയ്തിട്ട് കുറേ തുണികൾ കഴുകണം, കുളിക്കണം. പിന്നെ വേറൊരു പരിപാടി ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം എന്താണെന്നുള്ളത്. എന്തിനാ? ഇല്ല പറ്റൂല. നിനക്ക് കളിക്കാനുള്ള വെള്ളമല്ല അത്. ഇവിടെ അപ്പുറത്തെ ബക്കറ്റ് പൊടുതോ പോണു. നിന്റെ കാര്യമുണ്ടല്ലേ? അവളിപ്പോ ഇതിന് വരും. തിരിച്ചടത്തിലേക്ക് മാറ്റും. അത് കുഴപ്പമില്ല.
സോപ്പ് എവിടെ? ഓക്കേ, നോക്കണോ അപ്പൊ ഓക്കെ, നമ്മളെ ലൈറ്റ് പോയാ. അപ്പൊ തുടങ്ങുകയാണ് സുഹൃത്തുക്കളെ. കുറെ വർഷങ്ങളൊന്നും ആയില്ല, കുറെ നാളുകൾക്ക് ശേഷം വീണ്ടും പാത്രം കഴുകാം. അപ്പൊ ഓക്കെ, ഞാനെല്ലാം സെഷനായിട്ട് വെച്ചിരിക്കുന്നത്. ആദ്യം നമ്മളെ ചോറ് കഴിക്കുന്ന പാത്രങ്ങളകത്ത് കഴുകാം. എനിക്കൊരു മെത്തേഡുണ്ട് കേട്ടാ. മെത്തേഡ്, അതായത് ഇത്തിരി വെള്ളം ശകലം മാറ്റി വയ്ക്കുക. കഴുകി കഴിഞ്ഞാണ്. അപ്പൊ സുഹൃത്തുക്കളെ, കുറച്ച് പാത്രം ഉള്ളായിരുന്നു കേട്ടാ, അത് മുഴുവൻ കഴിഞ്ഞു. അപ്പം ഇവിടെ കഴിവിന് ശേഷം ഇവിടെയും ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതെല്ലാം പറക്കി സെറ്റ് ചെയ്തിട്ട് നമുക്ക് അടുത്ത എന്ത് വേണം പറയൂ, എനിക്ക് അടുത്ത ഓർഡർ. ഓക്കെ, അപ്പൊ ഈ പാത്രങ്ങൾ സെറ്റ് ചെയ്തിട്ട് നമുക്ക് എല്ലാം റൂമും എല്ലാം തൂത്ത് വരാം. തൂത്ത് വൃത്തിയാക്കിയതിനു ശേഷം തുണി അലക്കാൻ പോവാം. തുണി അലക്കാണ് മെയിൻ കേട്ടോ. ചോറിനണ്ടേ പറയുമ്പോൾ വിശക്കണില്ല. അപ്പൊ ചോറ് കഴിക്കണം. ചോറ് കഴിച്ചിട്ട് തുണി അലക്കാം. ഓക്കെ, അപ്പൊ ഞാൻ സെറ്റ് ചെയ്യട്ടെ. ഓക്കേ, അപ്പോ ഫുൾ പരിപാടി കഴിഞ്ഞിരിക്കുകയാണ്. ഒന്നുകൂടി വീണ വെള്ളം കുറച്ചു ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇതിൽ കുറച്ച് വേസ്റ്റ് ഉള്ളുണ്ടാകുന്ന കളഞ്ഞിട്ടോട്ടെ. അപ്പൊ സുഹൃത്തുക്കളെ, തൂത്ത് വരാൻ പോകണം കേട്ടോ. റൂം ക്ലീൻ ചെയ്തിട്ട് ഇട്ടേക്കണേ. ഓക്കെ അല്ലേ? വെള്ളം മഴ ആയതുകൊണ്ട് വെള്ളവും മണലും തന്നെ. നീ വിശക്കണം. വേറെ കാര്യമുണ്ട് കേട്ടാ, പാചകം ഞാനല്ലായിരുന്നു. പാചകം മൊത്തം സുലയായിരുന്നു. പാചകത്തിലോട്ട് ഞാൻ കൈ കടത്തിയില്ല. വേറെ സംഭവം ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. തുണിയൊക്കെ അലക്കി തീരെ എന്നിട്ട് എന്താണെന്നുള്ളത് പറഞ്ഞുതരാം. നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന ഒരു സംഭവമാണ് കേട്ടോ. വെച്ചില്ല ചിക്കൻ വാങ്ങാൻ. നെക്സ്റ്റ് തേങ്ങ പൊതിക്കാം. തേങ്ങ പൊതിച്ചിട്ട് തേങ്ങയാണല്ലേ ഇത്. നോക്ക്, ഈ കൊടുവാളിന് പൊതിക്കാൻ അറിഞ്ഞൂടാ കേട്ടോ. നമ്മുടെ സുലക്കറിയാം. എനിക്ക് ഇത്രയും വർഷമായിട്ട് എനിക്ക് കൊടുവാളിൽ പൊതിക്കാൻ അറിഞ്ഞൂടാ. ഞാനൊക്കെ ട്രൈ ചെയ്ത് കേട്ടാ. ചന്ന പിന്നെ വെട്ടിക്കൊള്ളാം. അത് നാണക്കേടാണ്. ഒരു പുരുഷന് കൊടുവാളില് തേങ്ങ ഒതിച്ചറിഞ്ഞിടുന്നു പറഞ്ഞു. ഓ പിന്നെ അത് നാണക്കേടാണോ സുഹൃത്തുക്കളെ? കൊടുവാളിൽ പെൺപിള്ളേർക്ക് ചിലർക്കെന്ന് പറഞ്ഞുകൂടാ. അപ്പോഴത്തേക്ക് തേങ്ങ പൊതിച്ചാ പോരേ. പാര ഇല്ലാത്തൊരു വീട് അവരിപ്പോ എന്ന് പറയുന്നത് തേങ്ങ പൊതിച്ച് പാര ഇല്ലാത്ത എന്തായാലും ഇവിടെ പാര ഉണ്ടല്ലോ. ഈ വീട്ടിലില്ലല്ലോ, അപ്പുറത്തുണ്ടല്ലോ. അപ്പുറത്തില്ലല്ലോ. അപ്പുറത്തെ പിന്നെ ഈ പാര താഴത്ത. നെക്സ്റ്റ് തേങ്ങ പൊട്ടിക്കൽ. ആയുധം വെച്ചിട്ടുള്ള കളിയാണ്. എന്ത് പൊട്ടാത്ത? എനിക്ക് പേടിയാണ്. നീ പോടി, ഈ കൈയൊക്കെ കൊണ്ട് ഉപയോഗമുള്ളതാണ്. ഇതെന്താ ഇങ്ങനെ? ദൈവമേ, നാട്ടുകാര് കാണുന്നതല്ലേ. തേങ്ങ വെള്ളമില്ല, പക്ഷെ തേങ്ങ ഉണ്ട്. അതെന്തിങ്ങനെ? കൊറേ ആയില്ലേ നമ്മള് വാങ്ങിച്ചിട്ടേക്കും. തേങ്ങ വെള്ളമല്ലേ? അപ്പൊ തേങ്ങ തിരുവാ. ഇത് ഫുള്ള് വേണോ? ഇത് മതിയാ? ഇത് അപ്പൊ അത് മതി. ഇതാ, ഇത് മതിയാ?
അപ്പൊ സുഹൃത്തുക്കളെ അടുത്തതായി ഞാൻ തേങ്ങ ഇതെടുത്തോട്ടെ. ചിരട്ട പോയി കേട്ടാ. അപ്പൊ അത് തിരുവണ്ട, പിന്നെ കട്ട് ചെയ്തിട്ടാ മതി. അപ്പൊ സുഹൃത്തുക്കളെ ഈ സാധനം ഉണ്ടല്ലോ നമ്മുടെ ചിരട്ടന്ന് വിട്ടു ഒരു കൊച്ചു പീസായപ്പോ എന്റെ എന്റെ പൊട്ടിക്കലിന്റെ ആ ഒരു ഇതുകൊണ്ട് പെർഫെക്ഷൻ കൊണ്ട് ലെവലായി കിട്ടിയത്. അമ്മച്ചി സോറി, ഞാൻ കൈവിടുക്കാം. അപ്പൊ ഇത് എന്ത് ചെയ്യണം സുലേ? പിച്ചാത്തി വെച്ച് കട്ട് ചെയ്യണം. ഓക്കെ, പിച്ചാത്തി വെച്ച് കട്ട് ചെയ്യണം. ചെറിയ ചെറിയ പീസായി കട്ട് ചെയ്താൽ മതിയില്ലേ? ഇങ്ങനെ തന്നെ ചെറുതാവണം, മിക്സി. സോറി, ഇത് നല്ല പരിചയസമ്പന്നരായ ആൾക്കാർ ചെയ്യുന്നതായിരിക്കും വൃത്തി. ചെറുതായിട്ട് ഇങ്ങനെ കീറിയിട്ട് അടുത്ത തവണ ഞാൻ കീറാം. എന്നെ കൊണ്ടൊന്നും ചെയ്യിപ്പിക്കലോ. അല്ല, തേങ്ങയൊക്കെ കണ്ടിക്കാം. ഒന്നും ചെയ്യിപ്പിക്കൂല എന്നല്ല പറഞ്ഞത്. വിശക്കണം. വാഗ്ദാനങ്ങൾ പാലിച്ചില്ലേ? എന്തേരി ഇനി തുണി എഴുതി തരും. അതല്ല, അതും കൂടെ രാവിലെ ചിക്കൻ വാങ്ങാന്ന് പറഞ്ഞു. അപ്പൊ മഴ പെയ്ത്. സുഹൃത്തുക്കളെ, രാവിലെ ഞാൻ പറഞ്ഞായിരുന്നു അത് ബിരിയാണി വെക്കാന്ന്. രാത്രി ഒരു പ്ലാൻ ചെയ്തായിരുന്നു. അവിടെ എന്താ അപ്പം രാത്രി ഒരു പ്ലാൻ ചെയ്തായിരുന്നു. ഇന്ന് ഞാൻ വീട്ടിലുള്ളത് കൊണ്ട് വീട്ടിൽ നിന്ന് നമുക്ക് ബിരിയാണി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാന്നുള്ള പരിപാടിയായിരുന്നു. ഇപ്പൊ സുല വന്നതിന് ശേഷം ഞാൻ ഇതുവരെ ബിരിയാണി, എന്റെ പാചകങ്ങൾ ഞാനൊന്നും പുറത്തെടുത്തിട്ടില്ല. എന്റെ പാചകങ്ങൾ സത്യം തന്നെയുണ്ട്. എന്റെ പഴയ ടിക്ടോക്ക് അക്കൗണ്ട് എടുത്ത് വെച്ച് നോക്കണം സുഹൃത്തുക്കളെ. എന്റെ പഴയ ടിക്ടോക്ക് വീഡിയോസ് കണ്ടവർക്കൊക്കെ അറിയാം. ഞാനെല്ലാം ഓരോന്ന് പൊടി തട്ടി എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ ഒന്നും നടക്കുന്നില്ല. ഓക്കെ, എവിടെ? ഓക്കെ, റെഡിയായില്ല. എനിക്കെന്തായാലും ഒരു പീസ് അതിരമ്മ. എന്താണ് പ്രശ്നം? അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ചോറ് കഴിക്കാൻ പോകണം. ചോറ് കഴിച്ചിട്ട് ബാക്കിയുള്ള പരിപാടി. ചോറും ചമ്മന്തിയാണ് കേട്ടോ. മഴയാണ്ട് സാധനങ്ങളൊന്നും വാങ്ങാൻ പോയില്ല. രാവിലെ നല്ല മഴയായിരുന്നു, ഇടിച്ചു കുത്തി മഴയായിരുന്നു. നമ്മൾ വൺ സെറ്റപ്പിൽ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാനായിരുന്നു പ്ലാൻ, പക്ഷെ ഒന്നും നടന്നില്ല, എല്ലാം പൊളിഞ്ഞു പോയി. പാറു ചോറ് തിന്നുന്ന കാഴ്ചയാണിത്. പാറുവേ, ചോറൊന്നും ഇങ്ങനെയാണോ തിന്നുന്ന? എന്നാണ് നോക്കട്ടെ. എന്താണ് പരിപാടി? കഴിക്കാൻ പറ്റുന്നില്ലേ? എന്താ പരിപാടി? ഒരു ചെറിയൊരു സൈഡ് ഡിഷും കൂടെ ഉണ്ടാക്കിക്കൊണ്ട് വരട്ടെ. ഹായ്. അപ്പോൾ തുണികളൊക്കെ അലക്കിയിട്ട് അത് നമ്മൾ ചോറ് കഴിച്ചതിന് ശേഷം തുണികളൊക്കെ അലക്കിയിട്ടിട്ട് കിടന്ന് നല്ലൊരു ഉറക്കം ഉറങ്ങി കേട്ടോ. ഉറക്കം എന്ന് പറഞ്ഞാൽ നമ്മൾ തുണികളൊക്കെ വീഡിയോ എടുക്കാതിരുന്നെന്ന് പറഞ്ഞാൽ നല്ല മഴയായിരുന്നു, മാരക മഴയായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ തുണികളൊക്കെ വീഡിയോ എടുക്കാതിരുന്നത്. എന്നിട്ട് കിടന്ന് ഉറങ്ങി. ഇപ്പോൾ ഇവിടെ വന്ന് വിളിച്ചപ്പോഴാണ് ഞാൻ എണീച്ചത് കേട്ടോ. ഇല്ലെങ്കിൽ ഞാൻ എപ്പോഴും എണീക്കത്തില്ലായിരുന്നു, ഉറക്കത്തിലോട്ടായിപ്പോയി. ഇപ്പോൾ രാവിലെ ഞാൻ ഇവർക്കൊരു പ്രോമിസ് ചെയ്ത് കൊടുത്തിരുന്നു. എന്താണ്? അതെ, എന്താണെന്നുള്ളത് ഞാൻ എപ്പോൾ കാണാം. ജസ്റ്റ് ഒന്ന് കണ്ടോ. ആറ്റയക്കാരും ഈ ലെഗ് പഫ്സ് കഴിക്കാൻ ഇനി കൊച്ചി വരെ പോകണമെന്നില്ല. നേരെ വന്നോ നമ്മുടെ ആലങ്കോട് റവാദിയിലോട്ട്. നോർമൽ ചിക്കൻ പഫ്സ് കഴിച്ച് മടുത്തവർക്ക് ഇത് എന്തായാലും ഒരു മസ്റ്റ് ട്രൈ ഓപ്ഷനാണ്. ഒരു ഫുൾ ചിക്കൻ ലെഗ് പീസും നമ്മുടെ സ്പെഷ്യൽ മസാലയുമാണ് ഇതിൽ നമ്മൾ സ്റ്റഫ് ചെയ്തേക്കുന്നത്. ഇത് കഴിക്കാൻ നിങ്ങൾ നേരെ വരേണ്ടത് നമ്മുടെ ആറ്റിങ്ങൽ ആലങ്കോടുള്ള റവാബി ബേക്ക്. സ്വിഗ്ഗിയിലും സൊമാറ്റോയിലും നമ്മൾ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് സ്വിഗ്ഗിയിലും സൊമാറ്റോയിലും ഓർഡർ ചെയ്യാം. എന്തായാലും നിങ്ങൾ കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കണ്ട. അപ്പോൾ ബൈ ബൈ. പോണ്. അപ്പോൾ
ആറ്റിങ്ങിലെ റവാബി ബേക്കറി പോയിട്ട് ചിക്കൻ ലെഗ് പപ്സ് വാങ്ങാൻ പോകണം കേട്ടോ. നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന സാധനമാണ്, ഈ ഏരിയയിലൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ വെയിറ്റ് ചെയ്തിരുന്ന സാധനമാണ്, എങ്ങനെയാണെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട്. അപ്പോൾ ഇത് കണ്ടപ്പോൾ തൊട്ട് എനിക്കും ഇരിപ്പ് വരുന്നില്ല, സുല എന്നെ ഇരിക്കാൻ സമ്മതിക്കുന്നുമില്ല. മഴ, വീണ്ടും മഴ. എന്തായാലും മഴ ആയാലും ഞാൻ പോയി സാധനം കൊണ്ടേ വരും. ഓക്കെ, ഇനി അവിടെ പോയിട്ട് അത് കിട്ടിയില്ലെങ്കിൽ എന്തിനു ചെയ്യും? ഹണി അൽഫഹം. അപ്പോൾ ഓക്കെ, ഞാൻ പോയിട്ട് ചിക്കൻ ലെഗ് പപ്സ് മേടിച്ചുകൊണ്ട് വരട്ടെ. എന്നിട്ട് അത് കഴിച്ചിട്ട് അതെങ്ങനെയുണ്ടെന്ന് പറയാം കേട്ടോ. ഞാൻ പോകുന്നത് പറഞ്ഞാൽ ആറ്റിങ്ങിൽ ആലങ്കോട് റവാബി ബേക്കറിയിലാണ്. ഓക്കേ. മഴ കാണാൻ പറ്റുന്നോണ്ട് അറിയത്തില്ല സുഹൃത്തുക്കളെ, മഴ താർക്കുവാണേ. ഞാൻ ഇറങ്ങാൻ ഞാൻ ഇവിടെ ഇരുന്ന് എന്ത് ചെയ്യട്ടെ സുലേ? മഴക്കോട്ടം ഉള്ളതും ഇല്ലാത്തതും ഒക്കെ കണക്കാണ്. പോട്ടാ ശിന്റരിയേ, പോട്ടാ. പാറൂസേ, പാറൂസേ. ഓ കണ്ട, അവിടെ പാറൂസ് വിളിയൊക്കെ കേൾക്കും ഇപ്പൊ. പാറൂസേ. ഓ അതെന്തൊരു വിളിയൊക്കെ കേൾക്കും. പാറൂസേ. ഹലോ. അപ്പം ഞാൻ പോയി കേട്ടാ, സ്ഥലത്ത് പോയി സാധനം കിട്ടിയില്ല. സംഭവം ഇനി വാങ്ങാൻ പോകുന്നവരുടെ ശ്രദ്ധയ്ക്ക് നേരത്തെ പോവുക. നേരത്തെ പോയാൽ മാത്രമേ സാധനം കിട്ടത്തുള്ളൂ. ഞാൻ ചെന്നപ്പോഴത്തേക്ക് സാധനം തൂത്തു വാരി കൊണ്ട് പോയി. അവിടെ ഒരൊറ്റ പപ്സൂലും ഇല്ല, വേറെ ഒരു പപ്സും ഇല്ല. എല്ലാം തീർന്നു, എല്ലാം കഴിച്ചു. നേരത്തെ പോവുക. ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരു 3, 4, 5 മണി ആ ടൈമിലൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് സാധനം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉറപ്പ്, ഞാൻ ഉറപ്പൊന്നും തരുന്നില്ല, കിട്ടിയാൽ കിട്ടി. അപ്പോൾ ഓക്കെ, അത് കിട്ടാത്തതുകൊണ്ട് ഞാൻ രണ്ടാമത്തെ പ്ലാൻ ബി ഹണി അൽഫാം പറഞ്ഞിരുന്നു. അപ്പോൾ ഹണി അൽഫാം മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി അത് കഴിക്കട്ടെ. എന്താണ് അപ്പോൾ വീഡിയോ എൻ്റെ അല്ലേ? മാരക മഴയെന്ന് പറഞ്ഞാൽ മാരക മഴയായിരുന്നു. മഴ മൊത്തം നനഞ്ഞ് കുളിച്ച് ഇനി ഡ്രസ്സൊക്കെ ഒന്ന് മാറിയിട്ട് കഴിച്ചിട്ടിനി നാളത്തെ വിശേഷങ്ങളായിട്ട് നാളെ വരാം. അപ്പം നമുക്ക് ടാറ്റ പറയാം. അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. നാളത്തെ വിശേഷങ്ങളായിട്ട് നാളെ വരാം. അതുവരെ ടാറ്റാ.